ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കൊന്ന് റെഡി ആയിട്ട് അങ്ങ് തുടങ്ങാം അല്ലേ? അപ്പോൾ റെഡി 1 2 3 ഓക്കെ സെറ്റ്. അപ്പോൾ ഇന്ന് ഞാൻ ഈ റെഡി ആയിട്ട് പോകുന്നത് എങ്ങോട്ടെന്ന് വെച്ചാൽ, ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നിപ്പം വെറുതെ പുറത്ത് പോകുന്നതാണ്. ഇന്നൊരു നോർമൽ ഡേ ആണ്. ഫുഡ് കഴിക്കാനോ ഇങ്ങനെ വെറുതെ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് പോകാണ്. ബാക്കി വിശേഷങ്ങൾ കാണിക്കാം. അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടോ. അങ്ങനെ ഞാനിപ്പം നേരെ പോകുന്നത് LRT സ്റ്റേഷനിലേക്കാണ്. LRTയിൽ നിന്ന് നമ്മൾ എന്നിട്ട് നേരെ പുങ്കോളിൽ പോയിട്ട് അവിടുന്ന് MRT എടുത്തിട്ടാണ് നമ്മൾ ലിറ്റിൽ ഇന്ത്യയിലേക്ക് പോകുന്നത്. ഫസ്റ്റ് ചായ കുടിക്കാൻ പോകുന്നത് കേട്ടോ. നമ്മൾ ഈ വരുന്ന LRTയിലാണ് കേട്ടോ പോകുന്നത്, പുങ്കോളിൽ നിന്ന്. എന്നിട്ട് പുങ്കോളിൽ നിന്ന് MRT എടുത്തിട്ടാണ് പോകുന്നത്. അപ്പം നമ്മളെ ട്രെയിൻ വന്നു. ഇതിൻ്റെ ഉള്ളിൽ ഒരാൾ കൂടി ഉണ്ട്. അബി ഉണ്ടാവും ഇതിൻ്റെ ഉള്ളിൽ. നമുക്ക് നോക്കാം. എല്ലാവരും വെള്ളം ഗൈസ്. അങ്ങനെ ഞങ്ങളെല്ലാവരും ഇൻസിഡൻസ് ആയിട്ട് ഒരേ കളർ ഷർട്ടായി പോയി ഇട്ടത്, വൈറ്റ്. അപ്പം നമ്മൾ നേരെ ഇപ്പം ലിറ്റിൽ ഇന്ത്യയിലാണ് ഇറങ്ങിയിട്ടുള്ളത്. ലിറ്റിൽ ഇന്ത്യയിൽ നിന്ന് നമ്മളിപ്പം നേരെ പോകുന്നത് അലങ്കാർ റെസ്റ്റോറൻറ്റിലേക്ക് ഒരു ചായ കുടിക്കാനാണ്. ആ കണ്ടത് എന്താണെന്നറിയോ? അത് ഇവിടെ ഇപ്പം ചൈനീസിൻ്റെ ഗോസ്റ്റ് മന്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരങ്ങനെ ഓറഞ്ചും മറ്റു കാര്യങ്ങളെല്ലാം വെച്ച് ലാസ്റ്റ് അവരെ കത്തിക്കും. കുറേ സാധനങ്ങളിട്ട് അവർ കത്തിക്കും. അതാണ് ഇപ്പോൾ കണ്ടത്. അപ്പോൾ നമ്മൾ അലങ്കാർ റെസ്റ്റോറൻറ്റിലേക്ക് എത്തി ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അവിടെ ദീപാവലി ആയതുകൊണ്ടാണ് ഫുള്ള് ദീപാവലീൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ അവിടെ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. ദീപാവലി ആകുന്ന ടൈം അതിൻ്റെ ലൈറ്റൊക്കെ കത്തിച്ചിട്ട് രാത്രി കാണാൻ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ നമ്മൾ 2 പഴംപൊരിയും ഒരു ചായയാണ് പറഞ്ഞിട്ടുള്ളത്. ആക്ച്വലി നമ്മളെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ, ഇവിടെ വന്ന് ചായ കുടിച്ചതിന് ശേഷം നമ്മൾ നേരെ അറബ് സ്ട്രീറ്റിൽ പോയിട്ട് രാത്രിക്കത്തെ ഫുഡ് കഴിക്കാമെന്നായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ചായയും പഴംപൊരിയും പറഞ്ഞിട്ട് ഇവിടുന്ന് ശരിക്കും പറഞ്ഞാൽ അറബ് സ്ട്രീറ്റിലേക്ക് നടക്കേണ്ട ദൂരം മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടുന്ന് നമ്മൾ നേരെ നടന്നിട്ടാണ് അറബ് സ്ട്രീറ്റിലേക്ക് പോകുന്നത്. ഒരു 10-15 മിനിറ്റോളം നടക്കാനുണ്ട് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ പിന്നെ ബസ്സിലും പോവായിരുന്നു, പക്ഷെ നമ്മൾ നടന്നിട്ടാണ് പോയത്. അപ്പം നടന്നിട്ട് പോകുന്ന ഓരോരോ കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം. നമ്മളിപ്പോൾ പോകുന്നത് അറബ് സ്ട്രീറ്റിലേക്കാണ് കേട്ടോ. ബാക്കി ഞാൻ നടന്ന് കാണിച്ചു തരാം. ലിറ്റിൽ ഇന്ത്യയിൽ നമുക്ക് നടന്നിട്ട് പോകേണ്ട ദൂരേ ഉള്ളൂ. അപ്പം നമ്മളിപ്പോൾ നടന്നിട്ട് പോകുന്നത്, നമ്മൾ 3 ആളും ത്രിമൂർത്തികളായിട്ടുണ്ട്. 3 ആളും വൈറ്റ് കളർ ഡ്രസ്സിൽ വന്നിട്ടുണ്ട്. അറിയാണ്ട് ഇൻസിഡൻസ് ആയത്, പക്ഷെ നാണക്കടാന്ന് ഒന്നിച്ച് നടക്കാൻ വേണ്ടിയിട്ട് ഒരുമാതിരി നമ്മൾ എന്തോ പോലെയുണ്ട്. ഞാനുണ്ടല്ലോ സിംഗപ്പൂർ ജോലിക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഹോസ്പിറ്റലിൽ കണ്ടിട്ടുണ്ട്. അങ്ങനെ കണ്ടതിൽ വെച്ചിട്ട് ഒരു ഹോസ്പിറ്റലാണ് റാഫേൽസ് ഹോസ്പിറ്റൽ. ഇതിൻ്റെ മെയിൻ ബ്രാഞ്ച് ഇവിടെയാണ് കേട്ടോ. പിന്നെ നടന്നുകൊണ്ട് പോകുന്നുണ്ട്. ഫ്രണ്ടിൽ കാണുന്നത് റാഫേൽസ് ഹോസ്പിറ്റലാണ്. ഇപ്പം നമുക്ക് മെഡിക്കൽ ചെക്കപ്പും ഹോസ്പിറ്റലിൽ കയറുന്നതിന് മുന്നേയുള്ള എല്ലാ പ്രീ മെഡിക്കൽ എക്സാമിനേഷൻസൊക്കെ നടക്കുന്നത് ഈ ഒരു ഹോസ്പിറ്റലിൻ്റെ ബ്രാഞ്ചിലാണ് കേട്ടോ. അതിപ്പോൾ പല സ്ഥലത്തായിട്ട് ഇതിൻ്റെ ബ്രാഞ്ച് ഉണ്ട്, പക്ഷേ ഇതിൻ്റെ മെയിൻ ഹോസ്പിറ്റൽ ഈ ലിറ്റിൽ ഇന്ത്യയിലാണ്. ഗൈസ്, നമ്മൾ അറബ് സ്ട്രീറ്റിലെത്തി. നമ്മൾ അറബ് സ്ട്രീറ്റിലെത്തി കേട്ടോ. ഈ മോസ്ക് കാണാൻ നല്ല ഭംഗിയില്ലേ? ഇവിടുത്തെ മെയിൻ ഒരു അടയാളമാണ് ഈ മോസ്ക്. എൻ്റെ പേരെനിക്കറിയില്ല, വലിയ പേര്. ആക്ച്വലി ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് കേട്ടോ, സിംഗപ്പൂരിലുള്ള അറബ് സ്ട്രീറ്റ് എന്ന് പറയുന്നത്. ഇവിടെ കുറേ പർച്ചേസിങ്ങിനൊക്കെ പറ്റും. കുറേ എന്തെല്ലോ ഉണ്ട്. അപ്പോൾ നമ്മൾ അറബ് സ്ട്രീറ്റിലെത്തി. ആ മോസ്കിൻ്റെ പേര് സുൽത്താൻ മോസ്ക് എന്നായിരുന്നു കേട്ടോ. അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു. ഞാൻ ലാസ്റ്റ് തിരിച്ചു പോകുന്ന സമയത്താണ് അത് കണ്ടത്. അങ്ങനെ നമ്മൾ ഈ നടന്നു പോകുന്നതെല്ലാം അപ്പുറത്തും ഇപ്പുറത്തും എല്ലാം ആയിട്ട് നമുക്ക് കുറേ ഫുഡിൻ്റെ എന്താ പറയുക റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പോൾ അവരെല്ലാം നമ്മളിങ്ങനെ വിളിക്കും, ഇങ്ങോട്ട് വന്ന് ഫുഡ് കഴിക്കും, അങ്ങോട്ട് വന്ന് ഫുഡ് കഴിക്കും എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ലാസ്റ്റ് നമ്മളൊരു ടർക്കിഷ് റെസ്റ്റോറൻറ്റിനാണ് നമ്മൾ ഫുഡ് കഴിച്ചത്. ആക്ച്വലി ഇന്ന് തിരക്ക് കുറച്ച് കുറവാണ് ഇവിടെ. Guys, Dupli Labubu is here. Labubu ഉണ്ട് കുറേ. ഇവിടെ നല്ല ഷവർമ പോലത്തെ നല്ല മിൻറ്റി എല്ലാം കിട്ടും.
കുറേ സെറാമിക് പാത്രങ്ങളെല്ലാം ഉണ്ട് ഇവിടെ. നമുക്ക് ഇവിടെ കയറിയാലോ ഒന്ന്? നമ്മൾ അന്ന് ഇടുന്ന കഴിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ മെനു ഒക്കെ നോക്കിയിട്ട് ലാസ്റ്റ് നമ്മൾ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇവിടെ ഏകദേശം എല്ലാം ഗ്രിൽഡ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് കേട്ടോ ഉണ്ടായത്. നമ്മൾ ഇതിന് മുന്നേ ഒരു പ്രാവശ്യം വന്നപ്പോൾ ഞാൻ ഷവർമ ആണ് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത്. ഷവർമയും പിന്നെ അതൊരു പ്ലേറ്റ് പോലെ ഷവർമ ആൻഡ് ഫ്രഞ്ച് ഫ്രൈസ് നല്ല ഉണ്ടായിരുന്നു. അടുത്ത് മയണൈസ് ഭയങ്കര ടേസ്റ്റാണ്. അപ്പം നമ്മൾ അന്ന് അതാണ് ഓർഡർ ചെയ്തത്. പക്ഷേ ഇന്ന് നമ്മൾ ഓർഡർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഒരു പ്ലേറ്ററാണ് നമ്മൾ ഓർഡർ ചെയ്തത്. ഇത് മിക്സ് ഗ്രിൽ ഫോർ 3 packs എന്നുള്ളതാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന് ഏകദേശം $79 ഉണ്ടായിരുന്നു കഴിച്ച ഫുഡ്. പിന്നെ നമ്മൾ ഒരു കുനാഫ കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ആദ്യം വിചാരിച്ചു ഇതിൻ്റെ ഒപ്പരം ഒരു ടീ കിട്ടുമല്ലോ, നമുക്ക് മിൻ ടീ കിട്ടും, അപ്പോൾ ഇതിൻ്റെ ഒപ്പരം കിട്ടും എന്നാണ് വിചാരിച്ചത്. പക്ഷെ അത് സെപ്പറേറ്റ് ഓർഡർ ചെയ്യേണ്ടി വന്നു ഞങ്ങൾക്ക്. അങ്ങനെ നമ്മളൊരു മിൻ ടീ കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. മൊത്തത്തിൽ ചോദിക്കുകയാണെങ്കിൽ പിന്നെ വലിയ അന്ന് കഴിച്ചതിൻ്റെ അത്ര ടേസ്റ്റ് എനിക്ക് ഉണ്ടായിരുന്നില്ല. നോർമലി കുനാഫ എനിക്ക് വലിയ താല്പര്യമുള്ള കാര്യമല്ല. പക്ഷേ ഇന്ന് അന്ന് എനിക്ക് കുനാഫ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ളതിനെയും കാട്ടി എനിക്ക് കുനാഫ നല്ല ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഈ എത്ര സാധനങ്ങളാണ് നമ്മൾ ഓർഡർ ചെയ്തത്. അങ്ങനെ ആ ഒരു സമയത്ത് ബാങ്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. ഈവനിങ് ഇവിടെ ഭയങ്കര രസമാണ് കേട്ടോ. രാത്രി ഇങ്ങനെ ലൈറ്റൊക്കെ അറബ് സ്ട്രീറ്റിൽ വരുന്നുണ്ടെങ്കിൽ നമ്മൾ നൈറ്റ് വരണം. നൈറ്റ് അടിപൊളിയാണ് കാണാൻ വേണ്ടിയിട്ട്. മൊത്തത്തിലുള്ള ആംബിയൻസ് ഭയങ്കര രസമാണ്. എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ ഇങ്ങനെ ഇതും കാര്യങ്ങളൊക്കെ. പൊതുവേ എല്ലായിടത്തും നല്ല ഫുഡ് കിട്ടാറുണ്ട്. പക്ഷേ അന്ന് കമ്പയർ ചെയ്തത് സെയിം റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ നമ്മൾ അന്നും വന്നത്. അന്നത്തെ ഫുഡ് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇന്ന് എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടിട്ടില്ല, കുഴപ്പമില്ലായിരുന്നു. നമ്മൾ കുറേ ആയിട്ടോ അറബ് സ്ട്രീറ്റിലേക്ക് വന്നിട്ട്. ഞാൻ അറബ് സ്ട്രീറ്റിലേക്ക് ഫസ്റ്റ് സിംഗപ്പൂർ വന്നപ്പാട് ഇവൻ എന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അറബ് സ്ട്രീറ്റിലേക്ക്. അത് കൂടാണ്ട് പിന്നെ ഞാൻ അറബ് സ്ട്രീറ്റിൽ വന്നത് എപ്പോഴെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ടൈം സിംഗപ്പൂർ വന്ന സമയത്ത് എൻ്റെ ഹോസ്പിറ്റലിൽ നിന്ന് ഫസ്റ്റ് ടൈം സിംഗപ്പൂർ വന്നവർക്ക് വേണ്ടിയിട്ട് ഒരു എക്സിബിഷൻ എന്ന് പറയാൻ പറ്റില്ല, ഒരു മിനി ടൂർ ഉണ്ടായിരുന്നു സിംഗപ്പൂരിൽ. അത്യാവശ്യം ടൂറിസ്റ്റ് പ്ലേസൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു ഞാനിവിടെ. അന്ന് ഇവർ എന്തൊക്കെയോ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, ഈ പ്ലേസ് എങ്ങനെയാണ് ഫോം ചെയ്തത് എന്നൊക്കെ. എനിക്കിപ്പം മറന്നു. എന്തൊക്കെ ആയിട്ട് അവരിങ്ങനെ മൊത്തത്തിൽ നമ്മൾക്ക് നടന്നിട്ട് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ്. അപ്പോൾ ഈ ഗ്രിൽ ഫുഡ് വന്നു. അപ്പോൾ ഇതിൽ റൈസ് ഉണ്ടായിരുന്നു, ചിക്കൻ ഉണ്ടായിരുന്നു, ലാം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇത് കഴിച്ചു. റൈസ് ഒരു സൈഡ് ഒരു റൈസും മറ്റേ സൈഡ് വേറെ റൈസും, അങ്ങനെ 2 ടൈപ്സ് ഓഫ് റൈസ് ഉണ്ടായിരുന്നു. അതിൽ ഇപ്പം ഞാൻ കഴിക്കുന്ന റൈസ് നല്ല റൈസായിരുന്നു മറ്റേനെക്കാട്ടിലും. അപ്പോൾ ഞാനിതാ ഈ ഒരു എമൗണ്ട് മാത്രമേ കഴിച്ചിട്ടുള്ളൂ. എനിക്ക് വലിയൊരു ലൈക്ക് ആയിട്ടില്ല. അപ്പോൾ ഞാൻ ഇത്ര മാത്രം കഴിച്ചു. പിന്നെ ഞാൻ ആ ഫ്രൈസും ഈ ഞാൻ പറഞ്ഞ ഈ മയണൈസും അടിപൊളി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇത്ര മാത്രമാണ് ഞാൻ കഴിച്ചത്. അതിന് ശേഷം നമുക്ക് കുനാഫ വന്നിട്ടുണ്ടായിരുന്നു. ഇവർ രണ്ടാളും കുനാഫ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം പൊതുവേ ഞാൻ കുനാഫ കഴിക്കുന്നത് കുറവാണ്. പക്ഷേ ഇന്ന് ഞാൻ ഇത്ര എമൗണ്ട് മാത്രം ഫുഡ് കഴിച്ചതുകൊണ്ട് ഞാൻ കുനാഫ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് 2 കുനാഫ 2 സ്കൂപ്പ് കുനാഫ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ബാക്കിയൊന്നും ഇഷ്ടപ്പെടാത്തതുകൊണ്ട് കുനാഫ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കുനാഫ അധികം കഴിക്കാൻ പറ്റില്ല, അത് ഭയങ്കര മധുരല്ല ഇതല്ലേ. അതുകൊണ്ട് ഞങ്ങൾക്ക് അത് കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാനൊരു 2 മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ആക്ച്വലി അവർ നമുക്ക് കുനാഫ തരുമ്പോൾ തന്നെ അതിൽ എക്സ്ട്രാ സിറപ്പ് അവർ ആഡ് ആക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ വേറെ സിറപ്പ് വാങ്ങിച്ചിട്ട് എക്സ്ട്രാ അതിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഓൾറെഡി അതിൽ കുറച്ച് സിറപ്പ് അവർ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. നോർമലി ഇത് നല്ല തിരക്കുള്ള പ്ലേസാണ് കേട്ടോ. പക്ഷെ ഇന്ന് നമ്മൾ പോയൊന്നും അത്ര തിരക്കുണ്ടായിരുന്നില്ല. പിന്നെ അത് പോരാത്തതിന് ടൂറിസ്റ്റ് സ്പോട്ടും അല്ലേ, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള തിരക്ക് പൊതുവേ ഉണ്ടാവാറുണ്ട്.
അപ്പോൾ ഇത് കുറേ ആയി ഞാൻ ഈ ഒരു സാധനത്തിൻ്റെ ഉള്ളിൽ കയറണം എന്ന് വിചാരിക്കുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടം അത് കാണാൻ വേണ്ടിയിട്ട്. നോക്കിയത് കാണാൻ നല്ല ഭംഗിയില്ലേ. അങ്ങനെ ഞാൻ അതിൻ്റെ പൈസയൊക്കെ ചോദിച്ചു. പക്ഷെ പൈസ കുറച്ച് കൂടുതലായതുകൊണ്ട് അത് വാങ്ങിക്കാണ്ട് തിരിച്ചു വന്നു. ഇവിടെ ഒരുപാട് സെറാമിക് ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ടായിരുന്നു, പ്ലേറ്റ് ഉണ്ടായിരുന്നു, കപ്പ് ഉണ്ടായിരുന്നു, അങ്ങനെ എന്തൊക്കെയോ നമുക്ക് ഷോക്കേസിൽ വെക്കാൻ പറ്റുന്ന പോലത്തെ പലതരം ഐറ്റംസ് ഉണ്ടായിരുന്നു. കിച്ചണിൽ യൂസ് ചെയ്യുന്ന ഐറ്റംസ് ഉണ്ടായിരുന്നു. എല്ലാം നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെ ടൂറിസ്റ്റ് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓരോരോ ഐറ്റംസാണ്. അതുകൊണ്ട് നമ്മൾ അധികം ഒന്നും വാങ്ങിച്ചിട്ടില്ല. എനിക്ക് ഇത് വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷെ ഞാൻ വാങ്ങിച്ചിട്ടില്ല. അതിന് ഭയങ്കര പൈസയാണ് ഇവിടെ, അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചിട്ടില്ല. അങ്ങനെ നമ്മളിവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കുവാണ്. കണ്ടോ, ഈ മോസ്കിൽ നിന്ന് ഇങ്ങനെ ഓരോരിങ്ങനെ ലൈറ്റ് കത്തിക്കൊണ്ടിരിക്കുന്നത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. വൈകുന്നേരം ഈ മോസ്ക് കാണാൻ ഒരു രസം, രാത്രിക്ക് വേറൊരു രസം. പക്ഷെ രാത്രി കാണാൻ നല്ല ഭംഗിയുണ്ട്. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് ഇനി തിരിച്ച് പോവുകയാണ് കേട്ടോ. ഇത് എൻട്രൻസിൻ്റെ കവാടാന്ന് തോന്നുന്നു. ഇതോ പിന്നെ രണ്ട് എൻട്രൻസ് പോലെ ഉണ്ടായിരുന്നു. ഇന്ന് ഏതാണെന്ന് എനിക്കിപ്പോൾ മറന്നുപോയി, ഏതാ എൻട്രൻസ് എന്ന്. അങ്ങനെ നമ്മളിനി ഇവിടുന്ന് നേരെ മടങ്ങിയിട്ട് പോവുകയാണ്. നമ്മൾ വന്ന പോലെ തന്നെ നമ്മളിപ്പം തിരിച്ചു പോകും. നമ്മൾ മെട്രോ സ്റ്റേഷനിലേക്ക് നടക്കുന്നതാണിപ്പം. അങ്ങനെ മെട്രോ സ്റ്റേഷനിൽ പോയതിന് ശേഷം നമ്മൾ വീണ്ടും തിരിച്ച് റൂമിലേക്ക് പോവുകയാണ്. ഇതെൻ്റെ ഒരു കുട്ടി അറബ് സ്ട്രീറ്റിൽ പോയതിൻ്റെ ഒരു വ്ളോഗാണ് കേട്ടോ. ഇതിലെനിക്ക് എടുക്കാൻ പറ്റുന്ന മാക്സിമം ഞാനിതിൽ കവർ ചെയ്തിട്ടുണ്ട്. അറബ് സ്ട്രീറ്റ് എന്ന് പറയുമ്പോൾ ഇത്ര മാത്രമേ കാണിക്കാനുള്ളൂ. കൂടുതലും ഫുഡ് എക്സ്പ്ലോർ ചെയ്യേണ്ട സ്ഥലമാണത്. പിന്നെ വേറെ കുറേ അവിടെ കുറച്ചധികം സ്ഥലങ്ങളിങ്ങനെ എന്താ പറയുക, പഴയ പോലത്തെ ഓരോന്നെല്ലാം കാണാനുണ്ട്. രാത്രി നമ്മൾ ഫുഡ് കഴിക്കാൻ പോയതുകൊണ്ടും അതൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ ബൈ. അപ്പോൾ നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ കാണാം കേട്ടോ.